കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റെ പായേ കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റെ പായേ കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയാൽ കയ്യിൽ പഴുതു കാട്ടി അവൻ മേഘാരൂകനായി വാനിൽ ആ കുഞ്ഞാടേ കാണും നിന്റെ പായേ ആ കുഞ്ഞാടേ നിന്നെ ഞാൻ കാണും നിന്റെ പായേ കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റെ പായേ കാണും നിന്റെ പായേ കയ്യിലാണി പഴുതു കാട്ടി അവൻ മേഘാരൂഢനായി വാനിൽ ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റെ പായേ കാണും നിന്റെ പായേ പൊന്നിനേക്കാളും തിളങ്ങുന്ന കിരീടം ചാർത്തി രാജാവായി എഴുന്നള്ളി വരുമ്പോൾ പൊന്നിനേക്കാളും തിളങ്ങുന്ന കിരീടം ചാർത്തി രാജാവായി എഴുന്നള്ളി വരുമ്പോൾ ആ പൊന്മുഖത്ത് മുത്താൻ എനിക്കാശയുണ്ട് പൊന്നേ ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റെ പായേ ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റെ പായേ കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റെ പായേ കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയാൽ കയ്യിലാണി പഴുതു കാട്ടി അവൻ മേഘാരൂഢനായി വാനിൽ ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റെ പായേ ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റെ പായേ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രശസ്തമാക്കുന്നു. പകൽ പകലിന് വാക്കുപൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിൽ എല്ലായിടവും അതിൻ്റെ അളവുനൂലും ഭൂതലത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം. വീരനെ പോലെ തൻ്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിൻ്റെ അറ്റത്തുനിന്ന് അതിൻ്റെ ഉദയവും അറുതി വരെ അതിൻ്റെ അയനവുമാകുന്നു. അതിൻ്റെ ഉഷ്ണമേൽക്കാതെ മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല.
യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. അടിയനും അവയിൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. സ്വമേധ പാവങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുതേ, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ദൈവമേ, സ്തുതി എനിക്ക് യോഗ്യമാകുന്നു. എന്റെ ദൈവം എനിക്ക് തന്ന സ്നേഹ സമ്മാനം, ഈ ജീവിതം സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തന്റെ കൈകളാൽ. ജീവിതം ഞാൻ ദൈവമേ കാഴ്ചയേകുന്നു, ഹൃദയത്തും നീട്ടി ഞാൻ എന്റെ ദൈവം എനിക്കു തന്ന സ്നേഹ സമ്മാനം, ഈ ജീവിതം സുന്ദരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തന്റെ കൈകളാൽ. ശ്വാസമൂടി ജീവനേകി നീ, എന്റെ ഓരോ ശ്വാസവും ഇനി നിന്റേതാണല്ലോ. മനമിടിഞ്ഞാലും മിഴികൾ നീരണിഞ്ഞാലും, ആരുമേറും കുരിശുപേറി ഞാൻ തളർന്നാലും, എന്റെ ജന്മം പൂർണ്ണമായി നിനക്കു നൽകാം. എന്റെ ദൈവം എനിക്കു തന്ന സ്നേഹ സമ്മാനം, ഈ ജീവിതം സുന്ദരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തന്റെ കൈകളാൽ. കുരിശിലെന്നും നിന്റെ ജീവൻ ബലിയണച്ചതുപോൽ, മിന്നിമായും മൺചിരേകയായി ഞാൻ മറഞ്ഞാലും,
ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ 2025 ഫെബ്രുവരി മാസത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം തന്ന ഈ മഹാഭാഗ്യത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമുക്ക് ഒരു നിമിഷം ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളകൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ലൊരു രാത്രിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പോൾ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും യഹോവയുടെ ദൃഷ്ടി ഇതിന്മേൽ ഇരിക്കുന്നു കർത്താവേ. അപ്പോൾ ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസികളുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ അവിടുന്ന് ഞങ്ങളോട് കൃപ ചെയ്യുവോളം ഞങ്ങൾ നിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. അപ്പോൾ സ്തോത്രം കർത്താവേ. അപ്പോൾ ഈ ആരംഭ സമയം തന്നെ അപ്പൻ്റെ നിറഞ്ഞ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത നല്ല പിതാവേ, അപ്പോൾ ആ നാഥൻ്റെ നിറഞ്ഞ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ആരംഭത്തിൽ തന്നെ അപ്പനെ ഞങ്ങൾ ആരാധിക്കട്ടെ കർത്താവേ. പിതാവാം ദൈവമേ അങ്ങേ ഞങ്ങൾ സ്തുതിക്കട്ടെ. പുത്രനാം ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കട്ടെ. അപ്പോൾ പരിശുദ്ധാത്മാവാം ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കട്ടെ. അപ്പോൾ അവിടുത്തെ ദൂതന്മാരോട് ചേർന്ന് കർത്താവെ ഇന്നും കർത്താവെ നിന്നെ ആരാധിപ്പാൻ തന്ന ഈ നല്ല അവസരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന് കടന്നു വന്ന ഓരോ കുഞ്ഞുങ്ങളെയും നിന്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ നിന്റെ ആണിപ്പാടുള്ള കരം വെച്ച് ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ ഏതെല്ലാം ആവശ്യഭാരത്തോടെയാണോ അപ്പോൾ കടന്നു വന്നിരിക്കുന്നത്, ഓരോ ആവശ്യങ്ങളുടെ മേലും അവിടുത്തെ മുറിഞ്ഞ കരം വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയനെ നിന്റെ ക്രൂശിന്റെ മറവിൽ മറച്ചു നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ ആലോചനകൾ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ വചനത്താൽ ഞങ്ങളെ ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനം തീ പോലെ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു പെരുമഴ പോലെ ഞങ്ങളുടെ മേൽ ആത്മമാരി പെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് കടന്നു വരുവാൻ ആഗ്രഹിച്ചിട്ടും വരാതിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ഈ ശബ്ദപരിധിക്കുള്ളിൽ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും നിന്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. അവിടുത്തെ ആണിപ്പാടുള്ള കരം താണു വന്ന് ഞങ്ങൾ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ ബലം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രോഗികളായി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ പൂർണ്ണ സൗഖ്യമായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത്ഭുതകരമായ രൂപാന്തരം നൽകുന്ന ദിവസമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം, വഴികൾക്കായി ജീവൻ വെച്ച് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാകണം പിതാവേ. ആമേൻ. എൻ്റെ തുടക്കം അതു ചെറുതായിരുന്നാലും എൻ്റെ ഒടുക്കം അതിമഹത്വമായി തീർന്നിടുമേ. എൻ്റെ തുടക്കം അതു ചെറുതായിരുന്നാലും എൻ്റെ ഒടുക്കം അതിമഹത്വമായി തീർന്നിടുമേ. എന്നിൽ നല്ല പ്രവർത്തികൾ തുടങ്ങി വച്ചവൻ അവസാനത്തോളം അതു നിവർത്തിക്കുമേ. എന്നിൽ നല്ല പ്രവർത്തികൾ തുടങ്ങി വെച്ചവൻ അവസാനത്തോളം അതു നിവർത്തിക്കുമേ. ആത്മാവേ നന്ദി, ആത്മാവേ നന്ദി, ആത്മാവേ നന്ദി, നന്ദി 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 നന്ദി. ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടട്ടെ. നമ്മൾ ദൈവദൂതന്മാരെ കുറിച്ചായിരുന്നു നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ ദൂതന്മാർക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരം എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു നാം ചിന്തിച്ചത്. ഇന്ന് പ്രപഞ്ചത്തിലും രാജ്യങ്ങളിലും ദൂതന്മാരുടെ പ്രവർത്തനം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്, കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നത്. പ്രപഞ്ചത്തിലും രാജ്യങ്ങളിലും ദൈവദൂതന്മാരുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാം എന്നാണ് നാം അല്പസമയം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. ദൂതന്മാരുടെ ആരാധനാ ശുശ്രൂഷയുടെ കേന്ദ്രസ്ഥാനം ദൈവത്തിൻ്റെ സിംഹാസനമാണ്. അതേ, ദൈവദൂതന്മാരെ നാം കാണുമ്പോൾ അവർ ദൈവസിംഹാസനത്തിന് ചുറ്റും ആരാധിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. എന്നാൽ വിശുദ്ധ തിരുവെഴുത്തുകളിൽ കാണുന്ന പരാമർശങ്ങളിൽ നിന്നും ദൈവം തൻ്റെ വിശാലമായ രാജ്യത്തെ വിവിധ പ്രവശ്യകളായി വിഭജിച്ച് ഉന്നതരായ ദൂതപ്രഭുക്കന്മാരുടെ ചുമതലയിലും ഭരണത്തിലും ഏൽപ്പിച്ചിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധ തിരുവെഴുത്ത് നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ഈ വിശാലമായ തൻ്റെ രാജ്യത്തിൽ ഓരോ പ്രവശ്യകളായിട്ട് തിരിച്ചിരിക്കുന്നതായിട്ടും അവിടെ ഉന്നതരായ ദൂതപ്രഭുക്കന്മാരെ അതിൻ്റെ ചുമതലകൾ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും.
ഭൂമി ലൂസിഫറിന്റെ അധികാരത്തിൽ ലഭിച്ച സ്ഥാനമാണ് എന്നും പൊതുവെ വിശ്വസിച്ചു പോരുന്നു. നമ്മുടെ ഈ ഭൂമിയും ലൂസിഫറിന് ലഭിച്ചതായ അധികാരത്തിൽ ലഭിച്ച സ്ഥാനമാണ് എന്ന് പൊതുവെ വിശ്വസിച്ചു പോരുന്നു. അതിന് ഉദാഹരണമായി മരുഭൂമിയിൽ യേശുവിനെ പരീക്ഷിക്കുമ്പോൾ ലോകത്തിലെ സകല രാജ്യങ്ങളെയും ഒരു നിമിഷം കൊണ്ട് യേശുവിനെ കാണിച്ചിട്ട് സാത്താൻ ഇങ്ങനെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 5, 6, 7 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം, അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവനെ ഞാൻ കൊടുക്കുന്നു, നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമെന്ന് അവനോട് പറഞ്ഞു. യേശുവിനോട് സാത്താൻ പറയുകയാണ്, പിശാച് യേശുവിനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം, അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു, നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമെന്ന് അവനോട് പറഞ്ഞു. The devil led him up to a high place and showed him in an instant all the kingdoms of the world. And he said to him, I will give you all their authority and splendor, for it has been given to me, and I can give it to anyone I want to. So if you worship me, it will all be yours. അതേ പ്രിയപ്പെട്ടവരെ, എന്താണ് പ്രിയപ്പെട്ടവരെ നാം കേട്ടത്? ഈ ഭൂമി ലൂസിഫറിന് ഭരിക്കാൻ കൊടുത്തിട്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ലൂസിഫറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, ദൈവത്തിന്റെ തേജസ്സുറ്റ ഒരു മാലാഖയായിരുന്നു ഈ ലൂസിഫർ. എന്നാൽ ഈ ഭൂമിയുടെ നിയന്ത്രണം ഈ ലൂസിഫറിന്റെ കയ്യിലായിരുന്നു. ഈ ലൂസിഫറിന്റെ ഉള്ളിൽ സാത്താനാകുന്ന പഴയ പാമ്പ് ലൂസിഫറിന്റെ ഉള്ളിൽ കടന്നു. അവനിൽ അഹങ്കാരം ഉളവാക്കി. അവൻ ദൈവ തേജസ്സിൽ നിന്ന് തള്ളപ്പെട്ടതായിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയും. ഈ സാഹചര്യത്തിലാണ് ഭൂമി പിശാചിന്റെ കയ്യിലായി തീരുകയാണ്. ലൂസിഫർ ശത്രുവായ പിശാചിന്റെ കൈവശമായി തീർന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഭൂമിയുടെ ഭരണം ലൂസിഫറിന്റെ കൈകളാണെന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി 40 ദിവസം ഉപവാസം എടുത്ത ശേഷം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാനായിട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പിശാച് ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതായിട്ട് കാണാം. അവിടെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവനെ കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം, അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു, നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമെന്ന് അവനോട് പറഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം തന്റെ രാജ്യത്തിൽ ദൂതന്മാർക്ക് വളരെ ശക്തവും വലുതുമായ നിയോഗങ്ങൾ നൽകിയിട്ടുണ്ട്. ദൂതപ്രഭുക്കന്മാർക്കാണ് അത് ലഭിച്ചിട്ടുള്ളത്. ഈ സ്വർഗീയ രാജ്യത്ത് അവർ ദൈവത്തിന്റെ പ്രതിനിധികളായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതേ, സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രതിനിധികളായിട്ടാണ് ഈ ദൈവദൂതന്മാരെ ദൈവം നിയമിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വായിച്ചു നോക്കാം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 15-ാം വാക്യം. ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി, ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി, ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. With the coming of dawn, the angels urged Lot, saying, Hurry, take your wife and your 2 daughters who are here, or you will be swept away when the city is punished. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം
അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം, ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോതോമിലെത്തി. അതേ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒരു വൈകുന്നേര സമയം ആ സോതോമിൽ 2 ദൂതന്മാർ എത്തി. ലോത്ത് സോതോം പട്ടണവാതിക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടിട്ട് ലോത്ത് എഴുന്നേറ്റ് എതിരേറ്റു ചെന്നു നിലം വരെ കുനിഞ്ഞു നമസ്കരിച്ചു. യജമാനന്മാരെ, അടിയന്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകളെ കഴുകി രാപാർപ്പിൻ. കാലത്ത് എഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോവുകയും ആം എന്ന് പറഞ്ഞതിന്, അല്ല, ഞങ്ങൾ വീതിയിൽ തന്നെ രാപ്പാർക്കുമെന്ന് അവർ പറഞ്ഞു. അവൻ അവരെ ഏറ്റവും നിർബന്ധിച്ചു. അപ്പോൾ അവർ അവന്റെ അടുക്കൽ തിരിഞ്ഞ് അവന്റെ വീട്ടിൽ ചെന്നു. അവൻ അവർക്ക് വിരുന്നൊരുക്കി പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു. അവർ ഭക്ഷണം കഴിച്ചു. അവർ ഉറങ്ങുവാൻ പോകും മുമ്പേ സോദോം പട്ടണത്തിലെ പുരുഷന്മാർ സകല ഭാഗത്തു നിന്നും ആബാലവൃത്തം എല്ലാവരും വന്ന് വീട് വളഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, 2 ദൂതന്മാർ ലോത്തിന്റെ ഭവനത്തിലെത്തി ആഹാരം കഴിക്കുന്നതായിട്ട് കാണുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ആ പുരുഷന്മാർ കൈ പുറത്തോട്ട് നീട്ടി ലോത്തിനെ തങ്ങളുടെ അടുക്കൽ അകത്ത് കയറ്റി വാതിലടച്ചു. വാതിക്കലുണ്ടായിരുന്ന പുരുഷന്മാർക്ക് ആബാലവൃത്തം മന്ദത പിടിപ്പിച്ചു. അതുകൊണ്ട് അവർ വാതിൽ തപ്പി നടന്നു വിഷമിച്ചു. ഉഷസായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി, ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സംഭവം അറിയാം. സോദോം ഗൊമോറ നശിപ്പിക്കുവാനായിട്ട് ദൈവം തന്റെ ദൂതന്മാരെ അയച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ തന്റെ പ്രിയ മകനായ ലോത്തിനെ എങ്ങനെയും രക്ഷപ്പെടുത്തണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതിന് തന്റെ ദൂതന്മാർ കാത്തിരിക്കുകയാണ്. അവന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവനെയും അവന്റെ കുടുംബത്തെയും അവന്റെ മക്കളെയും അവന്റെ ഭാര്യയെയും രക്ഷിക്കുവാൻ വേണ്ടിയാണ് ദൂതന്മാർ ബന്ധപ്പെട്ട് ചെന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ലോത്തിനെയും തൻ്റെ മക്കളെയും സോദോം ഗോമോറ വിട്ട് ഓടിപ്പോവുകയാണ്. സോവാർ എന്ന സ്ഥലത്തേക്കാണ് അവർ ഓടിപ്പോകുന്നത് പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുതൽ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. അതിനുശേഷം ഈ സോദോം ഗോമോറയ്ക്ക് എന്താണ് പ്രിയപ്പെട്ടവരെ സംഭവിച്ചത്? അവിടെ വലിയൊരു അഗ്നിപ്രളയം ഉണ്ടാകുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലെ ദൂതന്മാർ തൻ്റെ മക്കളെ സംരക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. ദൈവം ദൂതന്മാരെ സഹപ്രവർത്തകരായി പരിഗണിക്കുന്നു. അവർക്ക് വലിയ ശക്തി നൽകിയിരിക്കുന്നു. അതെ, സ്വർഗത്തിലെ ദൈവം ദൂതന്മാർക്ക് വലിയ ശക്തി നൽകിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്തായി വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 5-ാം വാക്യം. ഇപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു, ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ, നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് നീതിമാനാകുന്നു എന്ന്. അതെ, ഇപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു. അതെ പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ, നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് നീതിമാനാകുന്നു എന്ന്. Then I heard the angel in charge of the waters say, you are just in these judgments, you who are and who were the Holy One, because you have so judged. എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? ഇപ്പോൾ ജലാധിപതിയായ ദൂതൻ എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ജലത്തിനൊരു ദൂതൻ, വായുവിന് വേറൊരു ദൂതൻ, സൂര്യനൊരു ദൂതൻ, നക്ഷത്രങ്ങൾക്ക് വേറൊരു ദൂതൻ, ഈ ഭൂമിക്ക് ഒരു ദൂതൻ. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം തന്റെ എല്ലാ സൃഷ്ടികൾക്കും തന്റെ ദൂതന്മാരെ നിശ്ചയിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം ദൂതന്മാരെ സഹപ്രവർത്തകരായി പരിഗണിക്കുന്നു. അവർക്ക് വലിയ ശക്തി നൽകിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൂതന്മാർക്ക് സ്വർഗത്തിലെ ദൈവം വലിയ ശക്തി നൽകിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ 16-ാം അധ്യായം 8-ാം വാക്യത്തിൽ വീണ്ടും കാണാം, 4-ാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു എന്ന്. അപ്പോൾ തീ കൊണ്ട് മനുഷ്യനെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, എന്താണ് നാം വായിച്ചു കേട്ടത്? 4-ാമത്തെ ദൂതൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു എന്ന്. അപ്പോൾ തീ കൊണ്ട് മനുഷ്യൻ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിന്റെ അവസാന നാളുകളിൽ നാം ചില വാർത്തകൾ വായിച്ചു കേട്ടു. പ്രിയപ്പെട്ടവരെ, അമേരിക്കൻ ഐക്യനാടുകളിൽ തീ പിടിച്ചതായിട്ട് ഒരു പ്രദേശം മുഴുവൻ തീ കത്തുകയാണ്. എത്ര കെടുത്തുവാൻ ശ്രമിച്ചിട്ടും അത് സാധിക്കുന്നില്ല എന്ന് വായിച്ചു കേട്ടു. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ സംഭവിച്ചത്?
ഇതാണ് പ്രിയപ്പെട്ടവരെ, സൂര്യനിൽ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു, അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, ഒരു ക്രോധ കലശം ഉണ്ട് പ്രിയപ്പെട്ടവരെ. The fourth angel poured out his bowl on the sun, and the sun was given power to scorch people with fire എന്ന് പ്രിയപ്പെട്ടവരെ. അതെ, നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു, അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു എന്ന് പ്രിയപ്പെട്ടവരെ. അടുത്തതായി വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം വീണ്ടും വായിച്ച് കേൾക്കാം പ്രിയപ്പെട്ടവരെ. അതിന്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതെ ഇരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് പ്രിയപ്പെട്ടവരെ. അതിന്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് പ്രിയപ്പെട്ടവരെ. അതേ, ഈ 4 ദൂതന്മാർ വിചാരിച്ചാൽ ഒരു കാറ്റ് ഊതാതിരിക്കും പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, ഒരു കാറ്റ് ഊതിയില്ല എങ്കിലത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല പ്രിയപ്പെട്ടവരെ. അപ്പൊ ഈ കാറ്റുകളെ 4 ദിക്കിൽ നിന്നും പിടിച്ചു വെക്കുന്ന ദൂതന്മാർ, കാറ്റുകളെ നിയന്ത്രിക്കുന്ന ആരാണ് പ്രിയപ്പെട്ടവരെ? ദൈവത്തിന്റെ ദൂതന്മാർ എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. After this I saw 4 angels standing at the 4 corners of the earth, holding back the 4 winds of the earth to prevent any wind from blowing on the land or on the sea or on any tree. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ദൂതന്മാർ കാറ്റുകളെ നിയന്ത്രിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. ദൂതന്മാർക്ക് അതിനുള്ള അധികാരമാണ് ദൈവം ഫരമേൽപ്പിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. സകല സൃഷ്ടികളുടെയും ഭരണം ദൂതന്മാർക്കാണ് നൽകിയിരിക്കുന്നത്. സകല സൃഷ്ടികളുടെയും ഭരണം ദൂതന്മാർക്കാണ് പ്രിയപ്പെട്ടവരെ. ദൂതന്മാരെ സൃഷ്ടിച്ചതും ഇത്ര വലിയ ഭരണസ്ഥാനങ്ങളിൽ അവരെ ആക്കി വെച്ചതും ദൈവമാണ് പ്രിയപ്പെട്ടവരെ. ഇത്ര വലിയ ഭരണസ്ഥാനങ്ങളിലാണ് സ്വർഗത്തിലെ ദൈവം അവരെ ആക്കി വെച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. സൃഷ്ടിയിലുള്ള സകലത്തെയും നശിപ്പിക്കുവാനാണ് പിശാചുക്കൾ ശ്രമിക്കുന്നത് പ്രിയപ്പെട്ടവരെ. പിശാചുക്കൾ എന്തിനാണ് ശ്രമിക്കുന്നത്? ദൈവം സൃഷ്ടിച്ചതായ എല്ലാ സൃഷ്ടികളെയും സകലത്തെയും നശിപ്പിക്കുവാനാണ് ആരാഗ്രഹിക്കുന്നത്? പിശാച് ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ. എന്നാൽ ദൂതന്മാർ വീണുപോയ പിശാചുക്കൾക്കെതിരെ പോരാടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വീണുപോയതായ ദൂതന്മാർക്കെതിരെ പിശാചുക്കൾക്കെതിരെ പോരാടുന്ന ദൂതന്മാരെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അടുത്തായി സങ്കീർത്തനങ്ങൾ 19-ാം സങ്കീർത്തനം 1-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന്. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. The heavens declare the glory of God, the skies proclaim the work of his hands എന്ന് പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പ്രിയപ്പെട്ടവരെ, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന്. നിങ്ങളൊന്ന് ഉയരത്തിലേക്ക് വല്ലപ്പോഴും നോക്കുന്നത് നല്ലതാണ് പ്രിയപ്പെട്ടവരെ. ആകാശത്തേക്കൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന്. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ. ആകാശവിധാനം സ്വർഗത്തിലെ ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. അടുത്തായി ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം പ്രിയപ്പെട്ടവരെ. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നു എന്ന് ജീവനോട് ഇരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയും ആകുന്നു എന്ന് ദാനിയേൽ പ്രവാചകൻ ദർശനം കാണുകയാണ് പ്രിയപ്പെട്ടവരെ. 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം കാണാം. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും. അതേ പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുന്നവനായ ഒരു ദൈവം, അത്യുന്നതനായവൻ അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുന്നു പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, ദൈവം തൻ്റെ രാജകീയ രാജത്വം തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഏറ്റവും അധമനായവനെന്ന് നാം വിചാരിക്കും, പക്ഷെ അവൻ്റെ മേൽ ദൈവം അധികാരങ്ങൾ ഫരമേൽപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നുവെന്ന് ജീവനോടെ ഇരിക്കുന്നവൾ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയും ആകുന്നുവെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയും ആകുന്നുവെന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് നെബൂഖദ്നേസർ രാജാവിന്റെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ. നെബൂഖദ്നേസർ രാജാവിനെ ഒരു സ്വപ്നം കാണുകയാണ് നെബൂഖദ്നേസർ. അപ്പോൾ അതിന്റെ അർത്ഥം
എന്തെന്ന് വെളിവാകാനായിട്ട് ആ രാജ്യത്തുള്ള എല്ലാ ബുദ്ധിമാന്മാരായ ആൾക്കാരെയും കൂട്ടി വരുന്നതായിട്ട് എല്ലാ പണ്ഡിതന്മാരെയും വിളിച്ചു കൂട്ടി. അതിനുശേഷം രാജാവ് തൻ്റെ സ്വപ്നം പറയുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ അവർക്ക് ആർക്കും ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം പറയുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ബെൽത്ശസ്സർ അവിടെ ഉണ്ടെന്ന് അവർ പറയുകയാണ്. അവനോട് തൻ്റെ സ്വപ്നം പറയുകയാണ്. ആകാശത്തോളം എത്തുന്ന ഒരു വലിയ വൃക്ഷമാണ് രാജാവ് സ്വപ്നം കണ്ടത്. ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ അനേകം മൃഗങ്ങളും പക്ഷികളും എല്ലാം കൂടുകൂട്ടിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു ദൂതൻ ഇറങ്ങി വന്ന് ആ വൃക്ഷത്തെ മറിച്ചിടുന്നതായിട്ടാണ് പ്രിയപ്പെട്ടവരെ കാണുന്നത്. അപ്പോൾ ഈ സ്വപ്നം കണ്ടു. ഈ സ്വപ്നത്തിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ബുദ്ധിമാന്മാരായ തൻ്റെ പണ്ഡിതന്മാരെ എല്ലാവരെയും വിളിച്ചു വരുത്തി. പക്ഷെ ദാനിയേലിനോട് ഈ സ്വപ്നം രാജാവ് പറയുകയാണ്. അപ്പോൾ രാജാവിനോട് ദാനിയേൽ ധൈര്യപൂർവ്വം പറയുകയാണ്, ആ കണ്ട പടുവൃക്ഷം എന്ന് പറയുന്ന രാജാവേ നീ തന്നെയാണ് എന്ന് രാജാവിനോട് ആ ധൈര്യപൂർവ്വം പറയുകയാണ് പ്രവാചകൻ. ആ പടുവൃക്ഷമാവുന്ന ആ രാജാവിനെ ആ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിടുന്നതായിട്ടാണ് പ്രിയപ്പെട്ടവരെ കാണുന്നത്. പിന്നീട് ആ പടുവർഷം വീണ്ടും തളിർക്കുന്നതായിട്ട് കാണാം പ്രിയപ്പെട്ടവരെ. അപ്പോൾ ദാനിയേൽ പറയുകയാണ്, നീ സ്വർഗത്തിലേക്ക് നോക്കി കഴിയുമ്പോൾ, നീ സ്വർഗത്തിലെ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ വീണ്ടും നിനക്ക് രാജ്യത്വം തിരിച്ചു തരാമെന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ. ഏറ്റവും നികൃഷ്ടമായ ഒരു ജീവിതം നെബൂഖദ്നേസറിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അവന് കഴുകനെ പോലെ രോമമുള്ളവനായി അവൻ കാട്ടിൽ പച്ചപ്പുല്ല് തിന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. രാജാവ് പച്ചപ്പുല്ല് തിന്നുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോയി. അപ്പോൾ അവൻ ആ സാഹചര്യത്തിൽ കിടന്നുകൊണ്ട് അവൻ സ്വർഗത്തിലെ ദൈവത്തെ നോക്കി പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്ക് നോക്കിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്, അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നു എന്ന് ജീവനോട് ഇരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകുന്നു എന്ന്. The decision is announced by messengers. The holy ones declare the verdict so that the living may know that the Most High is sovereign over the kingdoms, men, and gives them to anyone he wishes, and sets over them the lowliest of men. അതേ പ്രിയപ്പെട്ടവരെ, നാം ചെറിയവരും തികച്ചും നിസ്സാരന്മാരുമായിരുന്നപ്പോൾ ഒരു ദൂതൻ നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ഹൃദയം ആനന്ദിക്കുന്നു പ്രിയപ്പെട്ടവരെ. അതേ, നാം ചെറിയവരായിരിക്കാം, തികച്ചും നിസ്സാരരായിരിക്കാം പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒരു ദൂതൻ നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന കർത്താവിൻ്റെ വാഗ്ദത്തം നമ്മുടെ ഹൃദയത്തിൽ ആനന്ദം ഉളവാക്കും പ്രിയപ്പെട്ടവരെ. നാം നിസ്സാരരായിരിക്കാം പ്രിയപ്പെട്ടവരെ, നാം ചെറിയവരായിരിക്കാം പ്രിയപ്പെട്ടവരെ, എന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വാഗ്ദത്തം തരികയാണ്, മകനെ മകളെ നീ തനിച്ചല്ല എന്ന്. ഒരു ദൂതൻ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന കർത്താവിൻ്റെ വാഗ്ദത്തം. അതേ പ്രിയപ്പെട്ടവരെ, അവൻ്റെ വാഗ്ദത്തം ഉണ്ട് പ്രിയപ്പെട്ടവരെ. അടുത്തതായി ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 13-ാം വാക്യവും 20-ാം വാക്യവും നമുക്ക് വായിച്ചു കേൾക്കാം. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു, എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, എന്താണ് 13-ാം വാക്യം? പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു എന്ന് പ്രിയപ്പെട്ടവരെ, എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നുവെന്ന്. അതിനവൻ എന്നോട് പറഞ്ഞത്, 20-ാം വാക്യം, അതിനവൻ എന്നോട് പറഞ്ഞത്, ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്തിനെന്ന് നീ അറിയുന്നുവോ? ഞാൻ ഇപ്പോൾ പാർസി പ്രഭുവിനോട് യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പോകും. ഞാൻ പുറപ്പെട്ട ശേഷമോ യവന പ്രഭു വരുമെന്ന് പ്രിയപ്പെട്ടവരെ. അതേ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ യുദ്ധങ്ങൾ പലതും നാം കാണാറുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ സ്വർഗത്തിൽ ഈ ആയാറിൽ വലിയൊരു യുദ്ധം നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. ദൈവദൂതന്മാരും പിശാചിന്റെ ദൂതന്മാരും തമ്മിൽ വലിയൊരു യുദ്ധം പ്രിയപ്പെട്ടവരെ. അതാണ് ഇവിടെ പറയുന്നത്. ഓരോ രാജ്യത്തിനും ഓരോ പ്രഭുക്കന്മാരെ പിശാചും വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ആ പ്രഭുക്കന്മാരോട് യുദ്ധം ചെയ്താണ് ദൈവദൂതന്മാർ കടന്നു വരുന്നത് പ്രിയപ്പെട്ടവരെ. നമുക്കറിയാൻ പാടില്ല, നാം ഈ ഭൂമിയിലായിരിക്കുന്നു, വലിയൊരു യുദ്ധം നടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, ഈ നാളുകളിൽ ഇസ്രായേലും പലസ്തീനെല്ലാം യുദ്ധം നടന്നു. ഇപ്പോൾ ശാന്തത വന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇവിടെ ഈ ഭൂമിയിലുള്ള രാജ്യത്ത് യുദ്ധം നടക്കുന്നതിന് മുമ്പ് ഈ സ്വർഗീയ മണ്ഡലത്തിൽ
ആയാറിൽ ഈ ആകാശത്തിനും സ്വർഗത്തിനും ഈ ഭൂമിക്കും സ്വർഗത്തിനും ഇടയ്ക്കുള്ള മണ്ഡലമാണ് പ്രിയപ്പെട്ടവരെ ആയാർ എന്ന് പറയുന്നത്. ഈ ആയാറിനുള്ളിൽ വലിയ യുദ്ധം നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. 21 ദിവസം ദാനിയേലിനോടുള്ള ദൂതുമായിട്ട് ദാനിയേൽ ഉപവസിച്ച ആദ്യ ദിവസം തന്നെ പുറപ്പെട്ടതാണ്. പക്ഷെ എത്തിച്ചേരുവാനൊന്നും കഴിഞ്ഞില്ല. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു ദൂതൻ പറയുകയാണ്. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു എന്ന്. അതിനവൻ എന്നോട് പറഞ്ഞത്, ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്തിനെന്ന് നീ അറിയുന്നുവോ? ഞാൻ ഇപ്പോൾ പാർസി പ്രഭുവിനോട് യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പോകും. ഞാൻ പുറപ്പെട്ട ശേഷമോ യവന പ്രഭു വരുമെന്ന്. അതെ പ്രിയപ്പെട്ടവരെ, ഓരോ രാജ്യത്തിനും ഓരോ പ്രഭുക്കന്മാരെ ആക്കി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. But the prince of the Persian kingdom resisted me 21 days. Then Michael, one of the chief princes, came to help me because I was detained there with the king of Persia. So he said, do you know why I have come to you? Soon I will return to fight against the prince of Persia. And when I go, the prince of Persia, and when I go, the prince of Greece will come. എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? ഗ്രീസിനൊരു പ്രഭു, പേർഷ്യക്കൊരു പ്രഭു. ഓരോ രാജ്യങ്ങൾക്കും ഓരോ പ്രഭുക്കന്മാരെ നമുക്ക് കാണുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ. ഭൂമിയിലെ യുദ്ധങ്ങൾ ആത്മലോകത്തിലാണ് ആദ്യം നടത്തപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ. ഈ ഭൂമിയിലെ ചില യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ നാം കേൾക്കും പ്രിയപ്പെട്ടവരെ. എന്നാൽ ആദ്യം എവിടെയാണ് പ്രിയപ്പെട്ടവരെ യുദ്ധം നടക്കുന്നത്? അത് ആത്മമണ്ഡലത്തിലാണ് പ്രിയപ്പെട്ടവരെ. ആത്മമണ്ഡലത്തിൽ വലിയൊരു യുദ്ധം നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്ത എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യവും 6-ാം അധ്യായം 12-ാം വാക്യവും നമുക്ക് വായിച്ചു കേൾക്കാം പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം. എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനമെന്ന്. അതേ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ജ്ഞാനം പ്രിയപ്പെട്ടവരെ, നമുക്കും സ്വർഗത്തിലെ ദൈവം ജ്ഞാനം പകർന്നു തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകളുണ്ട്, സ്വർഗത്തിലെ അധികാരങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അടുത്ത 6-ാം അധ്യായം 12-ാം വാക്യം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രയെന്ന്. പ്രിയപ്പെട്ടവരെ, എന്താണ് നാം വായിച്ചു കേട്ടത്? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് പ്രിയപ്പെട്ടവരെ. വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ എന്നാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഈ ഭൂമിയിലെ ജഡവും മാംസവുമുള്ള മനുഷ്യരോടല്ല പ്രിയപ്പെട്ടവരെ നമുക്ക് പോരാട്ടമുള്ളത്. നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രയെന്ന് നാം വായിച്ച് കേൾക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഹിസ് ഇന്റന്റ് വാസ് ദാറ്റ് നൗ ത്രൂ ദ ചർച്ച് the manifold wisdom of God should be made known to the rules and authorities in the heavenly realms. For our struggle is not against flesh and blood, but against the rulers, against the authorities, against the powers of this dark world, and against the spiritual forces of evil in the heavenly realms. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിന്റെ ദുഷ്ടാത്മ സേനയോടും അത്രയെന്ന്. ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രയെന്നാണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്. സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനയോടുള്ള പോരാട്ടം. സംരക്ഷിക്കുക, ന്യായപാലനം നടത്തുക, മേൽനോട്ടം വഹിക്കുക, ഇതെല്ലാമാണ് ദൂതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതേ, സ്വർഗത്തിലെ ദൂതന്മാർ നമ്മെ സംരക്ഷിക്കുകയും നമുക്ക് ന്യായപാലനം നടത്തി തരികയും ചെയ്യുന്നുണ്ട്. അതുപോലെ മേൽനോട്ടം വഹിക്കുക, ഇതെല്ലാമാണ് സ്വർഗത്തിലെ ദൂതന്മാരുടെ ജോലി പ്രിയപ്പെട്ടവരെ. 1000 ദൂതന്മാർ രാജ്യങ്ങൾക്കും വ്യക്തികൾക്കും ദൈവരാജ്യത്തിനും നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സേവനങ്ങൾ എത്രയോ ശ്രേഷ്ഠമാണ് പ്രിയപ്പെട്ടവരെ. 1000 ദൂതന്മാർ, കോടാനുകോടി ദൂതന്മാർ നമുക്ക് ചുറ്റും വ്യക്തികൾക്കും രാജ്യങ്ങൾക്കും ദൈവരാജ്യത്തിനും നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സേവനങ്ങൾ എത്രയോ ശ്രേഷ്ഠമാണ് എന്ന് നമുക്ക്
ചിന്തിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. അതുപോലെ ദൂതന്മാരുടെ പ്രവർത്തന മണ്ഡലം, അവരുടെ അധികാര വിസ്തൃതി, അവരുടെ ആത്മാർത്ഥമായ സേവനം എല്ലാം തന്നെ ദൈവത്തെ പോലെ ആരുള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്നവയാണ് പ്രിയപ്പെട്ടവരെ. ദൂതന്മാരുടെ പ്രവർത്തന മണ്ഡലങ്ങൾ പ്രിയപ്പെട്ടവരെ, അവരുടെ അധികാര വിസ്തൃതി, അവരുടെ ആത്മാർത്ഥമായ സേവനം എല്ലാം തന്നെ ദൈവത്തെ പോലെ ആരുള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ. സ്വർഗീയ സേനയിലെ ശക്തന്മാരായ ദൂതന്മാരെ നമ്മുടെ സേവകാത്മാക്കളായി അയക്കുവാൻ തക്കവണ്ണം ദൈവം മനുഷ്യപുത്രന്മാരെ എത്രയധികം സ്നേഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ നമ്മെ ഓരോരുത്തരെയും എത്രമാത്രം സ്വർഗത്തിലെ ദൈവം സ്നേഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. സ്വർഗീയ സേനയിലെ ശക്തരായ ദൂതന്മാരെ നമ്മുടെ സേവക ആത്മാക്കളായി അയക്കുവാൻ തക്കവണ്ണം ദൈവം മനുഷ്യപുത്രന്മാരെ എത്രയധികം സ്നേഹിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. നാം ഇത്രയും ചിന്തിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി കാണുമല്ലോ, ഈ ദൈവത്തിൻ്റെ ദൂതന്മാർ ഈ പ്രപഞ്ചത്തിലും ഈ രാജ്യങ്ങളിലും എന്തെല്ലാമാണ് പ്രവർത്തിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ. ദൈവദൂതന്മാർ ദൈവ തേജസ്സിന്റെ പ്രതിഫലനമാണ് പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലെ ദൂതന്മാരാണ് നമുക്ക് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചകൾ കാണിച്ചു തരുന്നത് പ്രിയപ്പെട്ടവരെ. ഈ നിസ്സാരരായ നമ്മൾക്ക് സ്വർഗരാജ്യത്തെക്കുറിച്ച് ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ദൂതന്മാർ നമ്മളെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നിസ്സാരരായ നമുക്ക് സ്വർഗത്തിൻ്റെ തേജസ്സെല്ലാം ഈ സമയം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. സ്വർഗത്തിലെ ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരാകാം പ്രിയപ്പെട്ടവരെ. നിസ്സാരരായ നമുക്ക് കർത്താവേ ഈ സ്വർഗീയ തേജസ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്നു. ദൂതൻ്റെ പ്രതിഷ്ഠ തരുവാൻ നമ്മളോട് സ്വർഗത്തിലെ ദൈവം മനസ്സലിയുകയാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതിനു മുമ്പായി ദൂതന്മാരുടെ ഒരു പ്രതിഷ്ഠത നമ്മുടെ മേൽ ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് ചുറ്റും ഓരോരുത്തർക്കും സേവകാത്മാക്കളായി, നമുക്ക് ചുറ്റും സേവകാത്മാക്കളായി ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കുവാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് കൊതിയുണ്ടോ പ്രിയപ്പെട്ടവരെ? എന്നോടൊപ്പം എൻ്റെ ദൂതൻ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ്, ഞാൻ തനിച്ചല്ല എന്നുള്ള ഒരു ഉറപ്പ്. ഹല്ലേലൂയ. നീ കടന്നു ചെല്ലുന്ന രംഗങ്ങളിലെല്ലാം നിന്നോടൊപ്പം സ്വർഗത്തിൽ ദൂതന്മാരുണ്ട് എന്നുള്ള ഉറപ്പ്. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവശക്തി വ്യാപരിക്കട്ടെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇന്ന് നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദേശത്തെ സന്ദർശിപ്പാൻ അവിടെ നിന്ന് എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അപ്പോൾ ഞങ്ങളുടെ ഹൃദയം നിനക്ക് വേണ്ടി ഒരിക്കൽ കൂടി തുറക്കുകയാണ് യേശുവേ. ഹല്ലേലൂയ കർത്താവേ. ഞങ്ങളിൽ നിന്ന് സാത്താന്യ ദൂതന്മാർ എന്തെങ്കിലും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഞങ്ങളുടെ ശരീരത്തിലോ മനസ്സിലോ ഹൃദയത്തിലോ ഒക്കെ അറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഹല്ലേലൂയ അന്ധകാര സേനകളെ വെട്ടി പുറത്താക്കുന്ന അധികാരമുള്ള ദൂതന്മാർ യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ, യേശുവിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നമ്മളിൽ നിന്ന് എല്ലാവിധ അന്ധകാര സൈന്യങ്ങളും മാറുകയാണ് പ്രിയപ്പെട്ടവരെ. അവിടുന്ന് ദൂതന്മാരോട് ചേർന്ന് പരിവാര സമേതനായി നമ്മുടെ അരികിലേക്ക് കടന്നു വരികയാണ് പ്രിയപ്പെട്ടവരെ. നമ്മളിൽ സ്വർഗരാജ്യം ആരംഭിപ്പാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. നാളുകളായി നാം പ്രാർത്ഥിക്കുന്നുണ്ട്, സ്വർഗത്തിലെ രാജ്യം വരണമേ എന്ന്, നിന്റെ രാജ്യം വരണമേ എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ രാജ്യം നമ്മൾ ഈ ഭൂമിയിൽ കൊണ്ടുവരികയാണ്. നാം കേട്ടു, ഈ ഭൂമി മുഴുവൻ സാത്താൻ്റെ കൈകളിലായിരിക്കുന്നുവെന്ന്, ലൂസിഫറിൻ്റെ കൈകളിലായിരിക്കുന്നുവെന്ന് യേശുവിനെ വരെ കാണിച്ച് പരീക്ഷിക്കുന്നതായിട്ട് നാം കേട്ടുവല്ലോ പ്രിയപ്പെട്ടവരെ. അതേ ഈ ഭൂമി ശത്രുവിൻ്റെ കൈകളിലായിരിക്കുന്നു എങ്കിൽ യേശു ക്രിസ്തു രക്തം കൊടുത്ത് ഈ ഭൂമിയിലുള്ള ഓരോ കുഞ്ഞുങ്ങളെയും വിലക്ക് വാങ്ങിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അവൻ സ്വന്തം ജീവനാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി വിലയായി കൊടുത്തത്. അവൻ്റെ അവസാന തുള്ളി രക്തം വരെയും ഊറ്റിത്തന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നാം കർത്താവിൻ്റെ മക്കളാണ് പ്രിയപ്പെട്ടവരെ. അതിനായി അവനെ നിങ്ങളുടെ ഹൃദയം തുറക്കുമെങ്കിൽ അവൻ നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് ഈ സമയം നടന്നു കയറി വരികയാണ്. അപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നടന്നു കയറി വരണമേ. ഞങ്ങളുടെ ഈ ദേശത്തെ സന്ദർശിക്കണമേ. ഞങ്ങളുടെ ഓരോ ഹൃദയങ്ങളെയും സന്ദർശിക്കണമേ. ഞങ്ങളുടെ ജീവന്റെ പുസ്തകത്തിൽ ഞങ്ങളുടെ പേരെഴുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെ ഇന്ന് അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് കടന്നു വന്ന ഓരോരുത്തരുടെ മേലും നിന്റെ മുറിഞ്ഞ കരം വീണ്ടും വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സൗഖ്യമാക്കുന്ന ദൂതനെ ഞങ്ങൾ റിലീസ് ചെയ്യണപ്പാ. നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആത്മാവിനെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ ഇല്ലാത്ത ഒരു ആത്മീയ നദി ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവിനായി ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ അപ്പാ. സന്തോഷത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. സമാധാനത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയജയവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ, നീ ഞങ്ങളോട് മനസ്സറിയണമേ. സ്വർഗത്തിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് തരുന്നതിന് നന്ദി അപ്പാ. നിന്റെ ദൂതന്മാരോട് ഒരുമിച്ച് നിന്നെ ആരാധിക്കട്ടെ അപ്പാ. നിന്നെ സ്തുതിക്കട്ടെ അപ്പാ. സ്വർഗീയ ദൂതന്മാർ നിന്നെ വാഴ്ത്തി ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നത് പോലെ ബലഹീനരും പാപികളുമായി ഞങ്ങളും ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് നിന്നെ സ്തുതിച്ച് ആരാധിക്കട്ടെ അപ്പാ.
കർത്താവെ, നിനക്ക് ഹല്ലേലൂയ ഗീതങ്ങൾ പാടുവാൻ തക്കവണ്ണം ഞങ്ങൾ ഈ ഭൂമിയിലായിരുന്നാലും ഈ ഭൂമിക്ക് അക്കരെ കടന്നു വന്നാലും കർത്താവെ, അപ്പോൾ നിന്റെ രാജ്യത്തിൽ നിന്നെ പാടി ആരാധിക്കുന്നവരുടെ മധ്യത്തിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ ദൂതന്മാരോട് ചേർന്ന് സ്വർഗീയ ആരാധനയിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ നീ അഭ്യസിപ്പിക്കുന്നതിന് നന്ദിയപ്പാ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിന് നന്ദിയപ്പാ. നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് തന്നതിന് നന്ദിയപ്പാ. നിന്റെ വചനം ഞങ്ങൾക്ക് അയച്ചു തന്നതിന് നന്ദിയപ്പാ. ഇത്രയും ജനത്തെ നീ കൂട്ടി വരുത്തിയതിന് നന്ദിയപ്പാ. അടിയങ്ങൾക്കായി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ചെറുപോടെ കേട്ട ഉത്തരം തരുമാറാകണം പിതാവേ. ആമേൻ. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെ എന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.